റെവിറ്റ് MEP മലയാളം ട്യൂട്ടോറിയലിൻ്റെ 8ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണത് സ്കെയിലിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സ്കെയിലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അതിനുവേണ്ടി നേരെ വീഡിയോയിലേക്ക് പോകും. മോഡിഫൈ ടാബിനകത്ത് മറ്റൊരു ടൂളാണ് സ്കെയിൽ. സ്കെയിലിന്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് RE ആണ്. സ്കെയിലിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കത് നോക്കാം, എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നേരെ ആർക്കിടെക്ചറിലേക്ക് പോയി ഇവിടെ വോൾ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ഹൈറ്റ് ലെവലെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. ഇവിടെ 10,000 × 10,000 എന്നുള്ളൊരു ബോക്സ് വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ബോക്സിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്നീ ഇത് സെലക്ട് ചെയ്തതിനു ശേഷം മോഡിഫൈ ടാബിനകത്ത് പോയി സ്കെയിൽ എടുക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത് സെലക്ട് ആയി കഴിയും. അതല്ല എങ്കിൽ മോഡിഫൈ ടാബിനകത്ത് വന്നതിന് ശേഷം സ്കെയിൽ സെലക്ട് ചെയ്തതിനു ശേഷം ഇതിന് നമുക്ക് ഏത് ഒബ്ജക്റ്റ് ആണോ ഇൻക്രീസ് ചെയ്യേണ്ടത്, സൈസ് ഇൻക്രീസ് ചെയ്യേണ്ടത്, അതിനെ സെലക്ട് ചെയ്ത് കൊടുക്കണം, എൻ്റർ കൊടുക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് സെലക്ട് ആയിക്കോളും. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണിച്ചു കൊടുക്കണം. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണിച്ചു കൊടുക്കണം. അതിനുശേഷം എത്രയാണോ നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ ഒരു 20,000 കൊടുക്കുകയാണ്. ഓക്കെ, 20,000 കൊടുത്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സൈസ് ഇവിടെ മാറിക്കഴിയും. നമുക്ക് നോക്കാം. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 20,000 ആണ്. അതേപോലെ തന്നെ ഈ ഒരു സൈസും ചേഞ്ച് ആവും. എത്രയാണോ നമ്മൾ കൊടുക്കുന്ന ആ ഒരു മെഷർമെന്റ് അനുസരിച്ചിട്ട് അതിന്റെ ലെങ്തും വിഡ്ത്തും മാറും. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുത്ത എവിടെ നിന്നാണ്? ഈ ഒരു ഭാഗത്തു നിന്നാണ്. നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്തു, മോഡിഫൈ ടാബിലേക്ക് വന്നു, സ്കെയിൽ കൊടുത്തു. ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുക്കാൻ നേരത്ത് ഓക്കെ, ഇതിപ്പോൾ സെൻട്രലിൽ നിന്നാണ് വരുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഔട്ട്സൈഡിലെ ഈ ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ സെൻട്രൽ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും, അതല്ലെങ്കിൽ ഇൻസൈഡിലെ ഈ ഒരു പോയിന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് സെൻട്രൽ പോയിന്റ് ആണ്. ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് അവിടെ വരത്തില്ല. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇവിടെ ആർക്കിടെക്ചറിനകത്ത് വോൾ സെലക്ട് ചെയ്തു. വോൾ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ വോൾ വരയ്ക്കാൻ നേരത്ത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ലൊക്കേഷൻ ലൈൻ എന്ന് പറയുന്നത്. അതിനകത്ത് താഴേക്ക് വരുമ്പോൾ നമുക്ക് എവിടെയാണോ കൊടുക്കേണ്ടത്, ഇപ്പൊ ഫേസ് ഇൻ എക്സ്റ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ നോക്കാം ഇവിടെ നിന്ന് വരുമെന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു വോൾ ബോക്സ് വരച്ചിട്ടുണ്ട്. സെലക്ട് ചെയ്തു, മോഡിഫൈ ടാബിലേക്ക് വന്നു, സ്കെയിൽ എടുത്തു. ഇപ്പൊ നോക്കാം പറയാം, ഇത് ഔട്ട്സൈഡ് എന്നുള്ള പോയിന്റിൽ നിന്നാണ് നമുക്ക് സ്റ്റാർട്ടിങ് കൊടുക്കാൻ കഴിയുന്നത്. ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് വരില്ല. അതായത് ആ ഒരു പോയിന്റ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ നമ്മൾ വോൾ എങ്ങനെയാണോ വരയ്ക്കുന്നത് അതനുസരിച്ചായിരിക്കും ഇവിടുത്തെ പോയിന്റ് വരുന്നത്. വേറൊരു അകത്തുനിന്ന് വരണമെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ വന്നതിന് ശേഷം ഫിനിഷ് ഇന്റീരിയർ കൊടുത്താൽ മതി. ഓക്കെ, വോൾ എടുത്ത് വരച്ചു, സെലക്ട് ചെയ്തു, സ്കെയിൽ കൊടുക്കുകയാണ്. ഈ ഒരു അകത്തുനിന്നായിരിക്കും ഈ ഒരു പോയിന്റ് വരുന്നത്. ഇവിടെയൊന്നും പോയിന്റ് വരത്തില്ല. അതുപോലെ തന്നെ സ്കെയിലിംഗ് ചെയ്യേണ്ട മറ്റൊരു മെത്തേഡ് ഉണ്ട്. അതായത് നമുക്ക് ഇത് എത്രത്തോളം, ഈ ഒരു ഒബ്ജക്റ്റ് എത്രത്തോളം മടങ്ങ് വലുതാണ് അല്ലെങ്കിൽ എത്ര മടങ്ങ് ചെറുതാകണം എന്നുള്ളത് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെയ്യേണ്ടത് ഈ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, നേരെ മോഡിഫൈ ടാബിൽ വരിക, ഇവിടെ സ്കെയിൽ സെലക്ട് ചെയ്യുക, ഇവിടെ ഗ്രാഫിക്കൽ എന്നുള്ളത് മാറ്റി ന്യൂമറിക്കലാക്കി കൊടുക്കുക. അതിന് മുന്നേ നമുക്ക് ഈ ഒരു ബോക്സിന്റെ സൈസ് എത്രയാണെന്നുള്ളത് അറിയണം. അതിന് വേണ്ടിയിട്ട് നേരെ അലൈൻഡ് ഡയമെൻഷൻ എടുക്കാം. ഓക്കെ, അതിനകത്ത് അലൈൻഡ് എടുക്കാം. ഇവിടെ നമ്മൾ വോൾ ഫേസ് എടുത്ത് വരച്ചു. അതുപോലെ തന്നെ ഇവിടെയും വോൾ ഫേസ് എടുത്ത് വരച്ചു, മെഷർമെന്റ് കൊടുത്തു. അതായത് 10,000 × 10,000 ആണ് ഈ ഒരു ബോക്സിന്റെ സൈസ് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ഒരു ബോക്സിനെ സെലക്ട് ചെയ്തു. ഇവിടെ മോഡിഫൈ ടാബിനകത്ത് സ്കെയിൽ സെലക്ട് ചെയ്തു, ന്യൂമറിക് ആക്കി കൊടുത്തു. ഇവിടെ ഇതിന്റെ 2 മടങ്ങ് വലിപ്പം വെക്കണം. അതിന് വേണമെങ്കിൽ ഇവിടെ 2 സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണിച്ചു കൊടുക്കണം. നേരത്തെ പോലെ തന്നെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണിച്ചു കൊടുക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സ്കെയിൽ വലുതാവും. അതായത് ഇതിന്റെ ഇൻറ്റു ആണ് ആകുന്നത്. 10,000 × 2 20,000. ഓക്കെ, ആ ഒരു ലെവലിലേക്കാണ് ഈ ഒരു സ്കെയിലിംഗ് മാറി വന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സ്കെയിലിംഗ് കൊണ്ടുള്ള ഉപയോഗം, അല്ലെങ്കിൽ ഇതാണ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്.